വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സാർ? മാധ്യമങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ട താങ്കളുടെ കുറ്റസമ്മതമായി കരുതാമോ? ഞാൻ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത്? കഴിഞ്ഞ 10-36 വർഷമായിട്ട് ഞാനിവിടെ പൊതുപ്രവർത്തകനായിട്ടും MLA ആയിട്ടും മന്ത്രിയായിട്ടും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണ്ട് തന്നെ. ഇതിപ്പോ എന്റെ തീരുമാനമല്ല, എന്നെ എന്റെ കർശനമായ നിർദ്ദേശമാണ്. അകത്ത് നടന്നൊന്നും പുറത്താരോടും ഷെയർ ചെയ്യരുത്. അതല്ലല്ലോ സാർ, ഇത്രയും വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി ഈ പൊതുസമൂഹം അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ മറച്ചു വെക്കുന്നതല്ല. ഒന്നാമത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഇന്നെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല, ഈ സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റെ മൊയ്യെടുക്കാനാണ്. അല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നെ ഇതിൽ പ്രതി ചേർക്കുകയോ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. സാർ, ഒരു ചോദ്യം കൂടി. എനിക്ക് നല്ല ക്ഷീണം, നമുക്ക് പിന്നെ കാണാന്ന്. ഞാൻ ഇടണ്ടല്ലോ. ബാക്കിയുള്ള വിവരങ്ങൾ കൂടി അറിയണ്ടേ സാർ? വേഗം കേറി ചെല്ലില്ലേ. സർ, CM രാജനാന്ന്. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തോന്നിയാസങ്ങൾക്ക് മറുപടി പറയലല്ല എനിക്കിവിടെ ജോലി. വഴിവിട്ടൊരു സഹായം എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വല്ല വിചാരവും മനസ്സിലുണ്ടെങ്കിൽ രാജാ അത് മറന്നേക്ക്. ഞാനൊന്നും അറിഞ്ഞു. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ വരുന്നെങ്കിൽ രാജാ, ഞാൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂർ സമയം ഞാൻ തരും. ഒന്നുകിൽ താനായിട്ടുണ്ടാക്കിയ പ്രശ്നം താൻ തന്നെ തീർക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക. എനിക്ക് വേറെ ഒന്നും പറയാൻ. ഞാനൊന്ന് പറഞ്ഞു. ഹലോ, നമസ്കാരം. എന്നെ എന്റെ ലോക്കൽ സപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് അന്നെ നിയമിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ ചോർത്തി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോയില്ലടോ. അത് പറയാനാണ് സാർ ഞാനിപ്പോൾ വന്നത്. നാളെ രാവിലെ 11 മണിക്ക് സാറിൻ്റെ അറസ്റ്റ് ഉണ്ടാവും. രണ്ടു ദിവസം കൊച്ചു വിട്ട് പോകരുതെന്ന് സാറിനോട് പറഞ്ഞത് അതിനുവേണ്ടിയാ. CM-നെ ഒന്ന് വിളിച്ചാലോ? താൻ കേട്ടല്ലേ, ആടുന്ന് ഇനി ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അതൊരു അടഞ്ഞ വാതല. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മളേൽ ഇനി അധികം സമയം ഇല്ല അല്ലേടോ? സർ, ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നാളെ NI വരുന്നതിന് മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണ്ടേ? അത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റി ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? സാറ് വിഷമിക്കണ്ട, അതിന് പറ്റിയ ഒരാൾ നമ്മളിലുണ്ട്. മോനെ, ദോശ വേണം? വേണ്ട ചേച്ചി. ഹലോ ഹലോ മിസ്റ്റർ ജോർജി, എവിടെയാണ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേണങ്ങല്ലടാ മുത്തേ. എടാ, ഇതിപ്പോ ഒരു ഒഫീഷ്യൽ ട്രിപ്പായി പോയില്ലേ? അല്ലെങ്കിൽ നീ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോവോ? ഓ പിന്നെ 10-3 തൊട്ടി നിനക്കല്ലേ ഒഫീഷ്യൽ ട്രിപ്പ്. നീ ഇതൊക്കെ അയ്യപ്പനോട് പോയി പറ, അവള് വിശ്വസിക്കും. നിന്റെ അടുത്ത് ആരും ഇല്ലല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. തട്ടാണോ കുട്ടാ? നീ 9 മണിക്കല്ലേ ഇറങ്ങുന്നത്? അതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. ബ്രോ, മെരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ ഹലോ, ഊബറിൽ നിന്നായിരുന്നേ. എവിടെയാ ഉള്ളേ? ന്യൂക്ലിയസ് മോൾ. ഡ്രോപ്പ് എവിടെയാ? വാഴക്കാല. ശരി, ഇതാ വരുന്നേ, 5 മിനിറ്റ്. Merry Christmas. Thank you. ഗുഡ് ഈവനിങ് മാഡം. ആമിനയല്ലേ? അതെ. വാഴക്കാലല്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്യലിനു ശേഷം മന്ത്രി രാജൻ കുറുപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 43 ദിവസമായി തുടരുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ കുറ്റപത്രം ഉടൻ തന്നെ ഞങ്ങളെ വിട്ടിട്ട് പോരെ. ഈ ന്യൂസ് ഒക്കെ കാണുന്നത്. മാഡം, ഞാൻ ന്യൂസ് കണ്ടോന്നല്ല, ന്യൂസ് വായിക്കുന്ന ആളെ കാണാനായിട്ട്. എങ്ങനെയുണ്ട്? സ്മാർട്ട് അല്ലേ? ഭരണപക്ഷം മാത്രമല്ല കൊള്ളാലോ.
ന്യൂസ് റീഡറെ വായി നോക്കുന്ന ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വിശദാംശങ്ങളുമായി നിഖ ഇപ്പോൾ നമ്മൾ ഉമ്മച്ചി ഈ വായ നോക്കാന്ന് പറഞ്ഞെന്താ? മോളുടെ പേരെന്താ? എന്റെ പേര് പ്രിയ, ഉമ്മച്ചിയുടെ പേര് ആമി. ഓക്കെ. ആ മാഷെ, പോകുന്ന വഴി ഏതെങ്കിലും നല്ല ബേക്കറിയിൽ ഒന്ന് നിർത്തണേ. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്കിളെ. ആണോ? ആ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ മാഷെ? ഓ, എനിക്കൊരു കേക്ക് വാങ്ങി തരുമോ? പിന്നെന്താ? ഇവളെയും കൊണ്ട് കടയിൽ ഇറങ്ങിയ കട മൊത്തം വാങ്ങേണ്ടി വരും. ഒരു കിലോ വരെ. ആ മതി. 4235. മാഡം, പിൻ നമ്പർ ഒന്നും ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. തന്നെ കാണാൻ ഒരു കൊള്ളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് കൊള്ളയടിക്കാനുള്ള മുതലൊന്നും ആ കാർഡിലില്ലടോ. ശരി ശരി. ബ്രോ, എന്താണ് എല്ലായിടത്തും പറയാം പറഞ്ഞു. ഈ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പറ്റിയ ഒരു കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്ക് കൊടുക്കാൻ ഒരു കേക്കുകളാണ് ഇരിക്കണെല്ലാം തന്നെ. ഏതൊക്കെയുള്ളത്? ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, ഗാട്രസ്, മോക്ക, ഫ്രോസ്റ്റിംഗ്, മാംഗോ മാരിംഗേസ്, ചെറി ചീസ് സാറ്റോ, വാൻചോ ക്രീമി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. സാധാരണക്കാർക്ക് പറ്റിയ കേക്ക് ഒന്നുമില്ലേ? സാധാരണക്കാരനല്ലേ? അതെ. സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലുള്ള സാധനമുണ്ട്. ഈ വാനിലയും ചോക്ലേറ്റും കൂടി ഒരു മിക്സിംഗ് കോമ്പോ നമ്മുടെ ഹൈലൈറ്റ് സാധനം. പടച്ചാലാ കിഡിലോസ്കി ഐറ്റം. പേര് വാൻചോ ക്രീമിയാ. അത് എടുത്തോ, ഒരു കിലോ എടുത്തോ. വില എഴുതാൻ കുറിക്കാമല്ലോ ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. പ്രിയ പ്രിയ. ഇതിപ്പോ ഒരു മിനിറ്റ്. ഓ, അയ്യപ്പാ എവിടെയാണ്? ഞാൻ ഒതുക്കിയടാ. ഓട്ടവും ഷോകായിരുന്നു. പിന്നെ മുതലാളി പോണേന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. അവൻ പോകുന്നതിന് നിനക്ക് എന്തൊരു സങ്കടം? പിന്നെ മുതലാളി ഒറ്റയ്ക്ക് ഗോവയ്ക്ക് പോയി സൂയിക്കാൻ പോവല്ലേ, അതിന്റെ വിഷമതി ഞാനപ്പ തന്നെ സൈഡാക്കി. ഏത് വിവരത്തിന് മുമ്പിലാ? കടവന്ത്ര, നിനക്കെങ്ങനെ മനസ്സിലായി? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉടായ്പാണ് നിന്റെ മുതലാളി. ആ മുതലാളിയുടെ അടിമയായ നീ എന്ത് തരം ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ അത്ര അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എടാ, നാളെ ക്രിസ്മസ് അല്ലേ, ബീവറേജ് അവധി അറിയാലോ. ഇന്ന് സാധനം മേടിച്ചു വെച്ചില്ലെങ്കിലേ നാളെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കൊണ്ട് എടുത്തോ. എന്തായാലും ട്രിപ്പ് ഒന്നടിക്കുന്ന കാശല്ലേ? ആ ശരി. ഓ പുല്ല് വിളിക്കണ്ടായിരുന്നു. ഒന്ന് വേഗം നടക്കണ്ട മുനികുമാര. മെരി ക്രിസ്മസ് ബ്രോ. ഓക്കെ ബ്രോ. സർ 900. ആ സോറി സർ, സ്വൈപ്പിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണല്ലോ. അയ്യോ. ആ ഇതിനെത്രേ? അത് 120. ആ അപ്പോൾ ബാക്കി ഒരു ടിപ്പായിട്ട് വെച്ചോട്ടോ. മെരി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സർ. അധികം ലേറ്റ് ആവല്ലേ, എത്തിയിട്ട് വിളിക്കാം. മൊബൈലിൽ ചാർജ് കുറവാ. മാഡം ശരി എന്നാ, താങ്ക് യു. അവിടെ 900 രൂപയായേ. കാർഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ, പിന്നെന്ത് ചെയ്തു? അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മാഡം അതും കൂടെ ചേർത്ത് ഗൂഗിൾ പേ ചെയ്താൽ മതി. ബുദ്ധിമുട്ടായോ? ഏയ് കുഴപ്പമില്ല, നമ്മുടെ ബ്രേക്കുട്ടിക്ക് വേണ്ടി. ചാടിച്ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. സോറി. പോസ്റ്റ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടേ. കുറച്ച് ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന്. ഇപ്പൊ തന്നെ 4 വട്ടം വിളിച്ചു. എടി, അതിനൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നിന്റെ അപ്പനെ രണ്ടാമത് കെട്ടിക്കാം. അതാകുമ്പോൾ നിന്റെ ടെൻഷനും മാറും. അങ്ങനെ സാറേ എന്തായി ഗൾഫിൽ പോണ കാര്യമൊക്കെ? ഓ, അതൊന്നും ആയില്ല സാറേ ഇതുവരെ. നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി വല്ലതും കിട്ടും? ബെസ്റ്റ്. എന്റെ പൊന്നു ജോർജി, ഈ ചാനലിലെ പണിയൊക്കെ നിങ്ങളെപ്പോലുള്ള അയ്യോഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ റിയെ പോലെ നല്ല ഹൈബ്രിഡ് ജനിസപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം സാറേ, ഞാൻ വെറുതെ ചോദിച്ചത്. നാളെ എന്നെയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈ ന്യൂസാ, നേരത്തെ അങ്ങ് എത്തിയേക്കണം. മന്ത്രി രാജൻ കുറുപ്പിനെ കണ്ടാമൃതത്തിന്റെ തൊലിക്കെട്ടിയാ. രാജ് സാറി അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. ഹാ ഓക്കെ. ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വണ്ടി എടുക്ക്. നമുക്കേ പണ്ടിങ്ങനെ അങ്ങ് വിട്ടാലോ 2 ദിവസം? പിന്നെ നിന്റെ കൂടെ കുറെ നാളാ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വല്ല നടക്കണമല്ലോ പറ. എടി, ഇതൊക്കെ നടക്കൂടി, നീനൊന്ന് വിശ്വസിക്കേ. നിന്നല്ലേ? ആ എടാ, നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? എങ്ങനെ? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീഡിൽ മദ്യപിച്ചല്ലേ കാര്യം നടക്കും. ഒന്ന് പോടാ. അപ്പൻ്റെ വെള്ളടി എങ്ങനെ നിർത്താനാ ഞാൻ നോക്കണം. അയ്യോ, അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. കാര്യം പുള്ളിക്കെന്നെ കണ്ടെടുത്താൽ കണ്ടുവിടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വേണം പുള്ളിയുടെ മിലിറ്ററി കോട്ടയെന്ന് എല്ലാ മാസവും 2 ലിറ്റർ വെച്ച് എനിക്ക് താങ്ങാൻ. അതെ, ഉടായ്പ വിളിക്കുന്നു. അവനൊന്ന് ഗോവയ്ക്ക് പോകാനിരിക്കുക. നിന്നെ കൊണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്താ ചേട്ടാ? റിയ,
നീ കട്ട് ചെയ്യണോ അതോ ഞാൻ കട്ട് ചെയ്യണോ? ഞാൻ ചെയ്തല്ലോ. എന്താന്നറിയില്ല, അവൻ നിന്നെ ഭയങ്കര പേടിയാണ്. അവനുണ്ടായിപ്പാണെന്നേ അവൻ എന്നെ നല്ലോണം അറിയാതാ. അതായിരിക്കും. അരവിന്ദൻ വിളിച്ചായിരുന്നു. നിന്റെ വിസ പ്രോസസ്സിങ് തുടങ്ങിയെന്നാ പറഞ്ഞു. എന്താ മോളലിനൊരു അനാവശ്യമായിട്ടൊരു കനം? അവരെന്നെയും വിളിച്ചായിരുന്നു. എടാ കാശിന്റെ കാര്യമാണോ? അത് നമുക്ക് റെഡിയാക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ച് മാറ്റാം. എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിലെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് തന്നെയല്ലേ? ഓക്കെ ആണ് കേട്ടോ. നീ ഇറങ്ങുന്നില്ലേ? നിന്റെ അപ്പം പെട്ടാളൊന്നിനും പുറത്തിറങ്ങി വരുമോ? അതിന് പുള്ളിയെ പഴയ തോക്കിനെ തൊണ്ടറച്ച് വെച്ചിട്ടുണ്ടാവും നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ. നീ വാടാ. ഡാ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാൻ? ഒന്നും പറയാനില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണോ? എടി അത് ഞാൻ നിനക്ക് ദുബായി പോയി കഴിയുമ്പോൾ ദിർഹംസായിട്ട് അയച്ചു തരാം പോരെ? ശരി, എടി പോയി നിന്റെ പ്രാഞ്ചിക്ക് സെൻഡ് ഓഫ് കൊടുക്കും. അശ്ശേ അങ്ങനെ പറയാൻ. പോടാ. അങ്ങളെ ജയിച്ചമാൻ താങ്ക് യു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ ചോദിച്ചു മേടിച്ചാണല്ലോ. റിയ ഗുഡ് നൈറ്റ്. ഫാമിലി മൊത്തത്തിൽ തറയാണല്ലോ. സാധനം കിട്ടിയോ? 2 ബീറും 1 ചാത്തനും. ബീറ് നിനക്ക്, ചാത്തൻ എനിക്ക്. എല്ലാം കൂടെ അടിച്ച് രാത്രി ഇവിടെ ഓഫായി കിടന്നാൽ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ എങ്ങാനും കിടന്നാളാം. ഡാ സാധനം എടുക്കട്ടെ. നിന്റെ മുതലാളി എന്തി? ദേ കാവടി വിളി വന്നുണ്ട്. എങ്ങനെയുണ്ട്? ശരിക്കും ഗോവ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നത്? ചൂള ലുക്കായിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. എടാ അതിന് ഞാൻ ഈ വേഷത്തിലല്ലല്ലോ മീറ്റിങ്ങിന് പോകുന്നത്. ഓഹോ, അതിനുള്ള സാധനങ്ങളാണ് ഈ പെട്ടിയിൽ അടുക്കി വെച്ചേക്കുന്നത്. മനസ്സിലായോ? എടാ മുതലാളി, സത്യം പറത്താൻ അർമാദിക്കാനല്ലേ ഗോവയിൽ പോണേ? അതേടാ അർമാദിക്കാൻ പോവാ. നിന്നെ പോലെ ഉത്തരവാദിത്തമുള്ള കുറെ തൊഴിലാളികൾ കാരണം ഗതികേടിലായി ഈ സ്ഥാപനം. ഒന്ന് പച്ചപിടിപ്പിക്കാമെന്ന് വെച്ചപ്പം എങ്ങനെ? അയ്യോ എന്റെ പൊന്നുമോനെ ഉദ്ദേശിച്ചല്ല. അയ്യപ്പനിങ്ങനെ വന്നേ, എന്നാ പിടി. മോളെ അയ്യപ്പ, ഞാൻ പോയിട്ട് വരുമ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ ഇവിടെ ഉണ്ടായിരിക്കണം. ദോ ആ കിടക്കുന്ന വണ്ടികളുടെ പാർട്സ് അടിച്ചു മാറ്റി വിറ്റ് നീ പൈൻ്റ് അടിക്കരുത്. ശ്രമിക്കാം. ഡേയ് ഒന്ന് നോക്കിയേക്കണേ. ആലോചിക്കാം. മുതലാളി വണ്ടി എടുക്കും. എടി ഈ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കണേ. ഓക്കെ, നീ കുളിച്ചിട്ട് വാ, നമുക്ക് അടിക്കണ്ടേ? ബ്രാഞ്ച് കുറച്ച് ദൂരം പോയിട്ട് മതി, അല്ലെങ്കിലേ മണം പിടിച്ച് തിരിച്ചു വരും തേണ്ടി. ആ ബാലു. ജലീൽക്ക, അങ്കിൾ എന്തേ? സാർ ഇപ്പം വരും. ആളാകെ ടെൻഷനില്ല. ചോദിച്ചതിൽ കുഴപ്പമെന്തെങ്കിലും? കുഴപ്പമാ, സാറ് പെടും. മോൻ എപ്പോഴാ വന്നേ ഉള്ളെങ്കിലേ ജലീൽക്ക വിളിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോരെ? ഇത് പണി വേറെയാ ബാലു. NIA നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അതോർക്കുമ്പോഴാണ് വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 10-36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നും അല്ലല്ലോ. പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ? അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാണ്. ഇനിയിപ്പോൾ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം. എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ജലീൽക്ക.
അങ്കിളിനെ ഇത്രയും വീക്കായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അഡ്വക്കേറ്റ് ഇഷ്ടമുള്ള ഇപ്പോൾ വരും, ആലോചിക്കാം. പക്ഷേ അതിനേക്കാൾ എമർജൻസിയുള്ള മറ്റൊരു കാര്യമുണ്ട് ബാലു. കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മാറ്റണം. ഗോൾഡോ? എന്നെ ഈ നാളെ ഇവിടെ കയറി ഉഴുതു മറിക്കും. സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന അപകടമാ. എത്രയുണ്ട്? 18 കിലോ. എങ്ങോട്ട് മാറ്റും? നമുക്ക് തൃശ്ശൂർ എത്തിക്കണം. തൃശ്ശൂർ എത്തിച്ചാൽ അവിടെ മുനിയറുണ്ട്, സേഫാ. പക്ഷെ ഇത് ആര് കൊണ്ടുപോകുന്ന? നമുക്ക് റിജിയുടെ കൊടുത്തു വിട്ടാലോ? കാശ് കൊടുത്ത് റെജി കൊണ്ടുപോകും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് അല്ലേ? അതെ, സാറിന്റെ അറസ്റ്റ് ക്യാമ്പ് മുഴുവൻ ലീക്കായിട്ടുണ്ട്. ഒരുത്തരും വിശ്വസിക്കാൻ കൊള്ളില്ല. കപ്പൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞ അപ്പ കൈ കെട്ടി നിർത്തോണ്ട് രക്ഷപ്പെടും. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? പ്രസ്ഥാനത്തിനോട് കൂറും സാറിനോട് വിശ്വസതയും ഉള്ള ഒരാൾ തന്നെ വേണം. സാറ് സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ബാലു തന്നെ പോയാൽ മതിയായിരുന്നു. അങ്കിളിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പമാ ബാലു? കുഴപ്പമുള്ള കാര്യത്തിന് ഞാൻ പറഞ്ഞു വിടുവോ? കേരള പോലീസ് ഇപ്പോഴും നമ്മൾ കൂടെ തന്നെയാ. പിന്നെ പോകുമ്പോ പറവൂർ വഴി പോയാൽ മതി. പേപ്പറൊക്കെ കറക്റ്റ് ആണടാ. ബെസ്റ്റ്. എമാർക്ക് ഇപ്പൊ പാതിരാത്രിയിലും ചെക്കിംഗ് ആണ്. അതവരുടെ ജോലിയല്ലേ ചെയ്യണേ? ഓ എങ്ങോട്ടാ രണ്ടും കൂടെ? ഒന്നുമില്ല സാറേ, ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ബുക്കും പേപ്പർ എടുത്തോണ്ട് ജീപ്പിന്റെ അടുത്തോട്ട് ചെല്ല്. സി എസ് ആറോടൊപ്പം ഉണ്ട്. എന്താ സാറേ, സി എസ് ആറിന് നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ? അല്ല, സി എസ് ആറിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് ചോദിച്ചതാ. സാറേ ഞാൻ പോവാം ബുക്കും പേപ്പറുമായിട്ട്. അത് വേണ്ട വേണ്ട വേണ്ട, വണ്ടി ഓടിച്ച ആള് തന്നെ അങ്ങ് പോയാൽ മതി. ബുദ്ധിമുട്ടാവല്ലോ സാറേ. ഡി ജി പിയുടെ ഓർഡർ ഒന്നും സാറ് കാണാറില്ലേ? യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുള്ള ചെക്കിംഗ് ഒന്നും പാടില്ലാന്ന്. എന്താണ് അവിടെ? സാറേ, ഇവിടെ ഡി ജി പിയുടെ ഓർഡർ ഒരു മാഡം വന്ന് നിയമം പഠിപ്പിക്കുക. സാറ് തന്നെ ഇവിടെ വന്ന് മാഡത്തിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യണമെന്ന്. മാഡം ആയിരുന്നോ? പ്രദീപിന് ആളെ മനസ്സിലായില്ലേ? ചാനലിലെ വലിയ മാഡോ. മാഡം ഒന്ന് ഇറങ്ങിക്കേ, ഞങ്ങൾക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാറ്? അത് യാത്രക്കാരോട് പറയാൻ പറ്റില്ല. ഇതും ഡി ജി പിയുടെ ഓർഡറാ. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. പ്രദീപേ, വണ്ടി സെർച്ച് ചെയ്യ്. സർ. സാറാരാ? ബ്രദറാ? അല്ല, ഫ്രണ്ടാ. ഓ, ഫ്രണ്ടാണോ? പ്രദീപേ, ആ ഫ്രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത്. സർ. ഫ്രണ്ടും കൂടെ പാതിരാത്രിക്ക് ഇത് എങ്ങോട്ടാ? സാറേ, ഞങ്ങൾ വെറുതെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാ. ഇതിനകത്തൊന്നുമില്ല സാർ. ആ എടാ, ഈ പെമ്പിള്ളാരെ കൊണ്ട് അസമയത്ത് പുറത്തിറങ്ങാതെ പകല് വല്ലതും പൊയ്ക്കൂടെ? എന്താ സാറേ, പെമ്പിളർക്ക് ഈ സമയത്ത് ഇറങ്ങാൻ പാടുന്ന വല്ല റൂൾ വല്ലതും ഉണ്ടോ? അതിങ്ങടുത്ത് മാഡം ഒന്ന് ഒതുക്കേ. സാറിന്റെ പ്രശ്നം എന്താ? ഒരു പ്രശ്നവുമില്ല. ഇത് വണ്ടി ഓടിച്ച ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു ഡിവൈസാ. കണ്ടിട്ടില്ലേ? ഊതിയിട്ട് പോയാൽ മതി. മര്യാദ കുതിരി. സാർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഈ എടി പൊടി ഒന്നും വിളിക്കാനൊന്നും പറ്റില്ല. സാറേ വിട്ടേക്ക് സാറേ, പ്ലീസ്. പ്രിയ അതങ്ങ് ഊതി വിട്, പ്രശ്നം തീർന്നില്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിച്ചോളൂ, പോടാ. നിന്നേ. ഇതാരുടെ വണ്ടിയാണോ? എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ സാറേ, ഞാനാ ഓടിക്കാറ്. ഇത് ടാക്സി അല്ലേ? നിനക്ക് ബാഡ്ജ് ഉണ്ടോ? ഉണ്ട് സാർ. മാഡത്തിനോ? ഇല്ല. ബാഡ്ജ് ഇല്ലാതെ ടാക്സി ഓടിച്ചതിൻ്റെ പേരിൽ ഈ വണ്ടി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുക. നാളെ രാവിലെ RC ഓണറായിട്ട് സ്റ്റേഷനിലേക്ക് വാ, അപ്പോൾ നോക്കാം. അല്ല സാറേ, ഈ വണ്ടി ഇത് സാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. എങ്ങനെ? ഈ വണ്ടി സാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല എന്ന്. അത് ഞാൻ തീരുമാനിച്ചോളാം. പ്രശ്നം ഒന്ന് ചുമ്മാ ഇരിക്കും ജോർജ്. അങ്ങനെ സാർ തോന്നിയ പോലെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. സാർ പത്രം വായിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. സുപ്രീം കോടതിയിൽ ഓർഡർ ഉണ്ട്. 2017 ജൂലൈ തൊട്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, അതായത് ഇതുപോലുള്ള വണ്ടികൾ ഓടിക്കാൻ ടാക്സി ബാഡ്ജിൻ്റെ ആവശ്യമില്ല. നോർമൽ ലൈസൻസ് മതി. അതെനിക്കുണ്ട്. സാറിന് ആ നിയമം അറിയില്ല എന്നുണ്ടെങ്കിൽ RTOനെ വിളിച്ചൊന്ന് ചോദിക്കേ. ചുമ്മാ വിളിച്ചു ചോദിക്കും സാറേ, നമുക്കറിയാലോ.
സാർ വിട്ടേക്ക് സാർ, പുലിവാലാകും. ഇവര് പറഞ്ഞ ശരിയാ, അങ്ങനെ ഉത്തരവുണ്ട്. സാർ ദേ എല്ലാവരും മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്. സാറേ മാഡത്തെ വിളിച്ചോണ്ട് പോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല. സാർ ഒരു പെങ്കൊച്ചിന് ഇത്ര നേരം നിർത്തി ബുദ്ധിമുട്ടിച്ചല്ലേ? സാറ് സോറി പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ പൊന്നെ, ഞാൻ പറയാം സോറി, നീ കയറി പോവാം. സാറേ സോറി സാർ, ഒന്നും തോന്നല്ലേ, സോറി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മാഡം എൻ്റെ സോറി കേട്ടിട്ട് പോയാൽ മതി. സോറി മാഡം. നിനക്ക് എന്തിന്റെ കേടായിരുന്നു റിയേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലെന്ന്. ജോജി, നീ എന്താ എൻ്റെ അടുത്ത് ചൂടാണ്? അയാളുടെ ആറ്റിറ്റ്യൂഡ് നീയും കണ്ടല്ലേ? എടി, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, നീ ചുമ്മാ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് കിടന്ന് സീൻ ഉണ്ടാക്കുന്ന ആരെങ്കിലും എടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ടാല് അങ്ങനെ പെമ്പിള്ളേരെ കുറച്ചൊക്കെ വകതിരുണ്ടാവണം ചുമ്മാ. ഓ, പെമ്പിള്ളേർക്ക് മതിയല്ലോ ഈ വകതിരിവ്. ഈ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. നീയും കണക്കാ. നീ വണ്ടി സൈഡാക്കി, വകതിരിവ് കാണുമ്പോൾ നീ വണ്ടി സൈഡാക്കി അറിയാം. ഞാൻ എപ്പോഴും നിന്നോട് നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ എന്താ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, പേടിക്കണ്ട. ഇനി ചേട്ടാ ചേട്ടാ കാലിന് പിടിച്ച്. പ്രിയ, നീ പ്രാഞ്ചിനൊന്ന് വിളിച്ചേ. പ്രാഞ്ചി, നീ എവിടെയാ? ഞാൻ നമ്മുടെ തൃശ്ശൂർ ടോളില്ലേ, അതൊക്കെ കഴിഞ്ഞിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. എടാ എടാ, നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആണോ? എന്നിട്ട് കുട്ടാ, നീ ആക്സിഡന്റ് ചത്തില്ലേ? എന്റെ ട്രിപ്പ് കൊടുക്കാനേ ഈ നമ്പർ ഒന്നും പോരാ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇട് കുട്ടാ. എടാ പ്രാഞ്ചി, നമ്മുടെ വണ്ടി ഒരാൾ ഇടിച്ചു. ഞാനാ വണ്ടി ഓടിച്ചേ. റിയ 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 എന്തുവാടി? എടാ കുറച്ച് കുഴപ്പമാ, ആള് സീരിയസ് ആണെന്ന് തോന്നുന്നു. എടാ എടാ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. നിങ്ങൾ എവിടെ ഞങ്ങള് കൊടുങ്ങല്ലൂർ റൂട്ടില്. കൊടുങ്ങല്ലൂർ റൂട്ടില്? എടാ എടാ എടാ, ചിറ്റേറ്റ് കയറിയില്ലേ?
ചിറ്റേറ്റേര സെന്റ് ആന്റണീസ് പള്ളിയുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ക്രൈസ്റ്റ്. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, അതാ സേഫ്. അങ്ങോട്ട് വിട്ടോ. പ്രാഞ്ചി കുഴപ്പാവോ? പ്രിയ, എടി നീ ടെൻഷൻ അടിക്കല്ലേ. അവിടുത്തെ ഡോക്ടറല്ലേ, അതിന്റെ ഫ്രണ്ടാ ഡോക്ടർ ഫിറോസ്. നിങ്ങൾ അവിടെ ചെന്ന് ഫിറോസിനെ കണ്ടാൽ മതി. ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അയ്യപ്പനെ വിളിച്ചു പറയാം. അവൾ അവിടെ വന്നോളൂ. ആ ഓക്കെ ഓക്കെ. ജോർജി അല്ലേ? ഞാൻ ഡോക്ടർ ഫിറോസ്. ഫ്രാൻസ് വിളിച്ചിരുന്നു, ഞാൻ നോക്കട്ടെ. ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ, ഡോണ്ട് വറി. സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓ, 2 അല്ലേ? ആ ഓക്കെ. ഏതെവിടെ ആക്സിഡന്റ് കേസ് വന്നത്? സർ, കാഷ്വാലിറ്റിയിലാണ് സർ. ആൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആരാ കൊണ്ടുവന്നത്? ഒരു മിനിറ്റ് സർ. 1 മിസ്റ്റർ ജോർജി ജേക്കബ്. എന്തായി പേട്ടാ, ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സാർ. ആ ഇവരാണോ? ഇന്ന് രാത്രി ഇച്ചിരി പണി കൂടുമല്ലോ. വാ. നമസ്കാരം മാഡം. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സർ, ആക്സിഡന്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ. ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെയല്ലേ? അല്ല സാറേ, ഞാനാ ഓടിച്ചു. അതെങ്ങനെയാടാ? മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ? സാർ, അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നോണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ചു. ഇതെവിടെ വെച്ചാ സംഭവം? പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്. ഇടികൊണ്ട ആളുടെ അവസ്ഥ എന്താ? അറിയില്ല, ഡോക്ടർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ഇവർ രണ്ടുപേരുടെ മൊഴിയെടുക്കണം വിശദമായിട്ട്. ശരി സാർ. ആ പെണ്ണിന്റെ ഭാവം കണ്ടിട്ട് ആ പയ്യൻ പറയുന്ന മുഴുവൻ പച്ചക്കള്ളോ. പ്രദീപിനെ വിളിച്ച് പറവൂർ ഭാഗത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. വണ്ടി ഓടിച്ച് അവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശരി. ആ പിന്നെ അവൻ്റെ മെഡിക്കൽ കൂടി നിർത്തേക്ക്. സാർ. ഏകദേശം എത്ര സമയം കാണും? സമയം 1 മണിക്കൂർ. ഈ സ്പോട്ട് പറവൂരത്തുനിന്ന് അതെ. ആരാ വണ്ടി ഓടിച്ചത്? വണ്ടി അയാളുടേതാണോ? അല്ല. അമ്മണി, ജോർജി, ഞാനിവിടെ പുറത്തുണ്ട്. നീ ആ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്നു. ഞാൻ വിളിക്കാം. ഓക്കെ. എവിടേക്ക് പോയിരുന്നു? ഡോക്ടർ എന്താ സാറേ പറഞ്ഞ? ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പറവൂർ കവലയ്ക്ക് മുമ്പുള്ള ഹൗസിംഗ് കോളനി അതല്ലേ സ്പോട്ടെന്ന് പറഞ്ഞത്? അതെ സാറേ. നിനക്ക് ഇയാളെ നേരത്തെ അറിയോ? ഇല്ല സാറേ. എന്നാ പിന്നെ ഞങ്ങൾ പോകട്ടെ സാറേ. എങ്ങോട്ട്? റിയ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അവിടെ പോയിടാ, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. സാറേ, ഇതൊരു ആക്സിഡന്റ് കേസല്ലേ സാറേ? വണ്ടി ഓടിച്ചോ ഞാനും. റിയ എന്തിനാ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യുന്നത്? നിന്നോട് ആരാടാ പറഞ്ഞത് വെറും ആക്സിഡന്റ് കേസാണെന്ന്? 307 IPC കേട്ടിട്ടുണ്ടോ നീ? അറ്റംപ്റ്റ് ടു മർഡർ.
സാർ അതിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ? അത് തെളിയിക്കാനാണ് ഞങ്ങളിവിടെ ഉള്ളത്, പോലീസ്. സാറേ എന്താ സാറേ? ഏട്ടാ, അകത്ത് കിടക്കുന്നവൻ്റെ ദേഹത്തെ 2 വെട്ടേറ്റിട്ടുണ്ട്, വയറിലും മുതുകിലും. കുറെ ചോരയും പോയിട്ടുണ്ട്. ഇപ്പൊ ഇതുവരെ 307 അകത്ത് കിടക്കുന്നവനങ്ങനെ തട്ടിപ്പോയാണ്ടല്ലോ, കളിമാറും. പിന്നെ 302 ക്ലിയർ കേസ് ഓഫ് മർഡർ. മക്കളെ, ഇന്ന് രാത്രി 2 പേര് നന്നായിട്ടൊന്ന് വിയർക്കും. അപ്പൊ പേട്ടാ സാർ, ഇവരെ പിടിച്ച് അങ്ങോട്ട് ഇരുത്. ശരി സാർ. ഞാനൊന്ന് സ്പോട്ട് വരെ പോയിട്ട് വരാം. സാർ. ഈ സാധനം ഒരു കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോടോ? ഉറപ്പാണ് സാറേ, ഞങ്ങൾ കണ്ടതല്ലേ. ഒരു ചെറുക്കനും ഒരു പെണ്ണും കൂടിയാണ് ബാലു സാറിന് വണ്ടിക്കകത്താക്കിയത്. അത് കഴിഞ്ഞ് ആ ചെറുക്കൻ തന്നെയാണ് ബാഗ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്. ഞങ്ങൾ കണ്ടതാണ് സാറേ, പക്ഷെ പെട്ടെന്നുള്ള സാഹചര്യം കാരണം കയറി ഇടപെടാനും പറ്റിയില്ല. അല്ലെങ്കിൽ ഈ ഒക്കെ കൂടെ അങ്ങോട്ട് മാലത്തേനെ ഇറക്കി വിടറോ. ജലീലേ സാർ, 1ഉം 2ഉം അല്ല, 18 കിലോ സ്വർണ്ണാന്ന് ആ ബാഗില്. വല്ല വിവരവും കിട്ടിയോടോ? ചാക്കോ അന്വേഷിക്കുന്നുണ്ട്. ആക്സിഡന്റ് കേസല്ലേ, ഈ നാട് വിട്ടു പോകാൻ വഴിയില്ല. മാത്രമല്ല നമ്മൾ ആൾക്കാർ എല്ലാം ഹോസ്പിറ്റലും തപ്പുന്നുണ്ട്. ആണോ? ശരി, എന്നാ ഞാൻ വിളിക്കാം. സാറേ, ആളെ കിട്ടിയ നമ്മുടെ പറവൂർ CI ബെനിമൂപ്പനല്ലേ, ആളുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ബാലു? ബാലുവിനെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ക്രിട്ടിക്കലാ. ഈ സാധനം ഓരോ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടാ? ഇല്ല സാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബെന്നിയോട് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. വേണ്ട, വരട്ടെ. ഓരോ വിവരം പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ആ ബാഗിൽ സ്വർണ്ണമുള്ള വിവരം ഓരോ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഓരത് മുക്കി. സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ വണ്ടിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? അത് മനോരമ ന്യൂസിലെ റിയ റോയിയ. ഉറപ്പാണോടോ? അതെ സാർ. സന്തോഷേ, ഈ ഒരു ഡ്രിങ്ക് ഒഴിക്കടോ. ചാക്കോ. സാർ. ആ ബാഗിൽ സ്വർണ്ണമുള്ളത് ആ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ലടോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആശുപത്രി മുഴുവൻ ഇപ്പൊ ചാനലുകാരെ കൊണ്ട് നിറയൂലേ? എന്തു വന്നിന്? അത് ശരിയാണ് സാർ. ഈ ഒരു കാര്യം ചെയ്യും സാർ, ഇപ്പൊ തന്നെ CIനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ചെക്കനെയും പെണ്ണിനെ അകത്തിട്ട് പൂട്ടിക്ക്. എന്നിട്ട് ഇപ്പൊ തന്നെ ഈ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ CIനെ സാക്ഷി നിർത്തിയിട്ട് ആ വണ്ടി മുഴുവൻ സെർച്ച് ചെയ്യണം കേട്ടാ. ഈ സ്വർണ്ണ കേസ് പുറത്തുകൊണ്ടുവന്നത് അവളാണല്ല. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവളെ തന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? തിരിയുന്നുണ്ടാ? ആ വാർത്ത ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നെ ഈ ഒന്ന് പതറും. ഇതൊരു തീപ്പൊരിയാണ്ടോ, ഞമ്മക്കത് ആളി കത്തിക്കാന്ന്. അത് ഞാനേറ്റ്. ഇനി ഇതുപോലൊരു ചാൻസ് വീണ് കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായി സാർ. എന്നാ വേഗം ചെല്ല് സാർ. ഓ, രണ്ടുപേരും ഒന്ന് ഒപ്പിട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞ മൊഴിയാ, ഒപ്പിട്. ഡോക്ടറെ, ആൾക്കിപ്പോൾ നത്തിങ് ടു വറി. വാള് കൊണ്ടുള്ള വെട്ടാണ്, എന്നാലും വൂണ്ട് അത്ര ഡീപ്പായിട്ടൊന്നുമല്ല. ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്, അതാണ് കുഴപ്പമായത്. ബ്ലഡ് കയറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ ആൾക്ക് ബോധം വീഴും. ഹേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ വണ്ടി അയാൾ ഇടിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയും അയാളുടെ ശരീരത്തിലില്ല. രക്ഷപ്പെട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടതായിരിക്കും. ഹേ, പേടിക്കണ്ട. ആൾക്ക് ബോധം വരുന്നത് ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി. സാറേ, ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ, ഇവൻ്റെ ബ്ലഡ് ഒക്കെ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ, ഡോക്ടർ പറഞ്ഞു പുള്ളിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ, നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്? അല്ല സാറേ,
ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ ആ രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് പബ്ലിക് ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാത്തെ. ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജില്ലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അവിടെ ചെന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ, ഞങ്ങള് അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞു ഇവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കൊണ്ടുവരാം. ശരി സർ. അതെ, വണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തോ. വണ്ടി ഇപ്പൊ സ്റ്റേഷനിലേക്ക് എടുക്കും. ഓ പ്രിയേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ആ സിയുടെ മുമ്പിൽ അങ്ങനെ നീ പാത്രം അടിച്ചിട്ട് തലമണ്ട ഞാൻ പൊട്ടിക്കും കേട്ടോ. പിന്നെ കാര്യം പറയണ്ടേ? ഓ, ഇത്ര നേരം അണ്ണാക്കി കോലിട്ട് ഇളക്കിയാൽ പോലും ശബ്ദമൊന്നും വരത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വലിയ സീനിലൊന്നും മനസ്സിലായപ്പോ അട്ട ചോര ഓടിച്ചാൽ ഉടനെ വീർത്ത് വന്നിരിക്കും. നീ വല്ല വർത്താനൊന്നും പറയണ്ട. ആൾ ചോദിച്ചപ്പോ നീ ആ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞേ. ഇനി മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ നീ വെള്ളം അടിച്ചെന്ന് മനസ്സിലാവില്ലേ? ഓ പിന്നെ വെള്ളം അടിച്ച് ആകെ അടിച്ച് ഒരു ബെക്ക. ഈ ടെൻഷൻ അത് പണ്ടേ ആവിയായി പോയിട്ടുണ്ടാവും. കൊണാന്ന് പറഞ്ഞ വണ്ടി തുറക്കും. ആ തുറക്കുക. എടാ, ഇത് അയാളുടെ ബാഗല്ലേ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മാർഗി അയാളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. സർ, ഇതെന്താണോ സംഭവം? ഒരു ആക്സിഡന്റ് കേസായിട്ടാണ് സർ റിപ്പോർട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് 307. അയാൾക്ക് എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആയിട്ടില്ല. വയറിലും മുതുകിലുമായിട്ട് 2 വെട്ടേറ്റിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയോ അയാളുടെ? അന്വേഷിക്കുന്നുണ്ട് സർ. ഈ ചാനലുകാരി പെണ്ണെങ്ങനെയാണോ ഇതിനിടെ വന്ന് പെട്ടത്? സർ, രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാവണം ഈ വെട്ടേറ്റയാൾ ഓടി വന്ന് വീണത്. ഇവരുടെ വണ്ടിയുടെ മുന്നില്ല. ഇവർ തന്നെയാ സർ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആണല്ലോ അല്ലേ? ആണ് സർ. പിന്നെ ആ പെണ്ണിന് കൊമ്പിച്ചിരി കൊടുല്ല സാർ. ഒന്ന് വട്ടം കറക്കാന്ന് വിചാരിച്ച് ഇവിടെ പിടിച്ച് നിർത്തിയ സ്റ്റേഷൻ ജാമത്തിൽ വിട്ടേക്കാം സർ. നിക്ക്, ഞാൻ പറയാം. NIA എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കിവിടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓ തമ്പ. ആ നമസ്കാരം മാഡം. രാത്രി കുറച്ച് ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല, 1-2 ചെറിയ ഫോർമാലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ പോവാം. അതിനിടയിൽ ആ മർഡർ അറ്റംപ്റ്റ് ഒന്ന് പെട്ടതുണ്ട്. അല്ലേ കുഴപ്പമില്ലായിരുന്നു. അയ്യോ സാറേ, നിയമത്തിന്റെ കാര്യമൊന്നും മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാ നിയമവും അരച്ച് കലക്കി കുടിച്ച ആളാ. അതെ, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അയ്യോ സാറേ, വണ്ടി ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് CSR ചെക്ക് ചെയ്തതേ ഉള്ളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെ പിന്നെ നാളെ വണ്ടി എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾ വിടും. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? നോക്കടോ. ഓക്കെ സാർ. മാഡം, ഒന്ന് കൂടി മാറി നിൽക്കൂ. ഇത് ആരുടെയാ? ബർത്ത്ഡേ കേക്കാ സാറേ. ഇന്ന് റിയയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മാഡം. ഈ ബർത്ത്ഡേ മാഡം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, അല്ലേ മാഡം?
ഇതിനകത്തൊന്നുമില്ല സാർ. ആ തന്നെ നീ വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തോ. സാർ. പിന്നെ സാർ കീ തന്നെ. എടാ ആൾക്ക് എങ്ങനെയുണ്ട്? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? വേറൊരു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സാറിയെന്നോ ഞാൻ വരാം. ഈ വരുന്ന സിയെ കുറച്ച് കുഴപ്പം. എന്ത് കുഴപ്പം? ഇതൊക്കെ ഡീൽ ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. സാറേ നമുക്ക് ഇപ്പൊ തന്നെ ഇവരെ അങ്ങ് വിടാലോ അല്ലേ? നമ്മുടെ പിള്ളേരാ. താനാരാ? ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി. ഈ ഫ്രാൻസിസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ MD ആ സാറേ. വേണമെങ്കിൽ ഞാൻ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്ന് വിളിപ്പിക്കാം. ഏത്? എന്തിന്? അല്ല സാറേ, ഇതൊക്കെ ചെറിയൊരു ആക്സിഡന്റ് കേസല്ലേ. ആക്സിഡന്റ് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഏത്? എടാ നിന്റെ കൂട്ടത്തിൽ നിയമം വകുപ്പ് പറഞ്ഞിടാത്ത ഒരാൾ പോലും ഇല്ലേ? സാറേ ആ വണ്ടി ഫ്രാൻസിസിന്റെ RC ഓണർ പുള്ളി തന്നെ. RC ഓണർ നീയാ? അപ്പൊ നീ ഇവിടെ നില്ല. അയ്യോ അത് പറ്റത്തില്ല, എനിക്ക് ഗോവയ്ക്ക് പോകണം. നീ എപ്പോ എവിടെ എങ്ങനെ പോണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായടാ? മനസ്സിലായി. നീ ഒന്നേ, അയാള് കുഴപ്പക്കാരന് ഗോവ നമ്മുടെ ബാഗാണോ? ഒരു ഉത്തരവാദിത്വമില്ല, അവിടെ ഇവിടെ കൊണ്ട് ഇട്ടേച്ച്. എന്തുവാടാ ഇത്? നിന്റെ ഡംബൽസ് മുഴുവൻ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്ക് വന്നു. എന്താ? അയ്യോ ഞാൻ പോകുന്നില്ല സാർ, വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും.